ഹായ് നമസ്കാരം. മാൻകൈൻഡ് ലിറ്ററേച്ചർ പ്രസിദ്ധീകരിച്ച 2 പുസ്തകങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2 പുസ്തകങ്ങളും 2 ജോണറിലുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ പുസ്തകം ആതിര പുഷ്പജൻ എഴുതിയ അവൾ സൂര്യകാന്തിയാണ്. ഈ പുസ്തകത്തിന്റെ വില 220 രൂപയാണ്. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ റൊമാൻസ് ജോണറിൽ വന്നിരിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് ആ തീം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട വളരെ ലൈറ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. കുറച്ച് പേജസേ ഉള്ളൂ. ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് വായിച്ച് തീർക്കാൻ കഴിയും. അതിനോടൊപ്പം നല്ല ട്വിസ്റ്റും ടേൺസും ഒക്കെയുള്ള കുറച്ച് വിരഹമൊക്കെ കലർന്ന് ഹൃദയസ്പർശിയായ ഒരുപാട് നിമിഷങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു പുസ്തകമാണ്. നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നും വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ. അത് മാത്രമല്ല ഒരു ഫീൽ ഗുഡും കൂടിയായിട്ട് തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കുക. സൂര്യയുടെയും പാർവതിയുടെയും പ്രണയമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല കുറച്ചധികം നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതും എല്ലാം കുറേ അധികം ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമുക്ക് നൽകുന്നതും ഒക്കെയായ കുറേ അധികം കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. തീർച്ചയായിട്ടും വായിച്ചിരിക്കുക. അടുത്ത പുസ്തകം കൊറോണ കാലത്തെ കൊലപാതകമാണ്. ഇത് ത്രില്ലർ ബുക്കാണ്. അപ്പോൾ അറിയാലോ, ത്രില്ലർ ബുക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം വിശാൽ മഹേന്ദ്രനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ പുസ്തകത്തിന്റെ വില 270 രൂപയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ത്രില്ലേഴ്സ് വായിക്കുന്നവർക്ക് വരേണ്ട കുറച്ച്, അതായത് ത്രില്ലേഴ്സ് വായിക്കുന്നവർ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ക്ലൈമാക്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്. അതുപോലെ തന്നെ വളരെയധികം ഫാസ്റ്റ് പേസ്ഡ് ആയിരിക്കണം. ഇതെല്ലാം എനിക്ക് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അതുമാത്രമല്ല എഴുത്തുകാരൻ നല്ല റേഞ്ചുള്ളൊരു എഴുത്തുകാരനാണെന്ന് കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഈ ഒരു എഴുത്തുകാരിൽ നിന്ന് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് DYSP ദേവരാജൻ കൊണ്ടുപോകുന്ന കഥയാണ്. അതായത് ഒരു കൊറോണ കാലത്തെ കാണിക്കുന്ന ഒരു പുസ്തകം. അതായത് കൊറോണ കാലത്ത് ഉണ്ടാകുന്ന കുറേ അധികം ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ ഒരു സിനിമ കാണുന്ന പോലെ, അതായത് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന കുറേ അധികം കുറ്റകരമായ കാര്യങ്ങളും അതിനോടൊപ്പം ഒരു കൊലപാതകവും. അതാണ് ഇതിനകത്ത് എവിഡന്റ് ആയിട്ടുള്ള കാര്യം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ യാത്രകളെക്കാൾ കൂടുതൽ ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഇന്ന ആളാണ് ഇതിനകത്ത് എന്ന് വിചാരിക്കും, പക്ഷെ ആയിരിക്കില്ല. അത്രയും നല്ല ട്വിസ്റ്റ് നൽകുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ 2 പുസ്തകങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. റൊമാൻസ് ഇഷ്ടപ്പെടാത്തവളായിട്ട് കൂടി എനിക്ക് ഈ പുസ്തകം നല്ലൊരു ഫീൽ ഗുഡ് തന്നു. അതുപോലെ തന്നെ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇത് വളരെയധികം സാറ്റിസ്ഫാക്ഷനും തന്നു. തീർച്ചയായിട്ടും 2 പുസ്തകങ്ങൾ വായിച്ചു നോക്കും. താങ്ക്